ഞാൻ തിന്നത് അത് രീതി മാറ്റിയാ പോലെ അതും തിന്നത് ചക്കക്കുരു ഞാനിട്ടത് ചക്കവളി ഇട്ട പൊട്ടും വീണ കാണൂല കണ്ടാ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. തിന്നത് ചക്കക്കുരു ഞാനിട്ടത് ചക്കവളി ഞാൻ തിന്നത് ചക്കക്കുരു ഞാനിട്ടത് ചക്കവളി. പറയണ പുളിസിനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കും. ജമീനോട് എന്താ ചോദിക്കുക? ചോദിക്കരുത്. കുറച്ച് പറഞ്ഞാൽ മതി. എങ്ങനെ ജമീനോട് ചോദിക്കുക? നീ ആരാന്നറിയാൻ കുളിക്കട കുരിയാ നീ പോയി പെസ് കളിച്ചേ. കൊള്ളാം. നമ്മള് മാറണം അങ്ങനെയാക്കി നിന്നെ മാത്രം ഒരാളെ കാണിക്കോട്ടെ. ക്രോപ്പിയല്ലേ നീ? അതെ അല്ല ഓൻ ചോദിച്ചത് എന്തോ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടല്ലേ വേറെ ഫോട്ടോ വെച്ചിട്ട്. എന്നാലും ചോദിക്കാലോ. I cannot identify the specific individual in this. അതാ പറഞ്ഞ കൊറേ ആളുള്ളതുകൊണ്ട് ഒരാളെ മനസ്സിലാവുന്നില്ല. നീ മാത്രം അപ്പൊ എന്ത് ചെയ്യണോ? നീ മാത്രം ഒരു സെക്കൻഡ് എല്ലാരും അങ്ങ് മാറിയാ ഷോ ഫോട്ടോ ആൻഡ് ആസ്ക്. ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കണം. ഒരു സെക്കൻഡ്. ഫോട്ടോ അങ്ങനെ കാണിച്ചിട്ട് ചോദിക്കും. ഇതെങ്ങനെയാ അത് ചെയ്യല്? അത് ഗാലറി പോയി ഇങ്ങനെ ആ നീ എന്റെ ഒരു ഫോട്ടോ എടുത്താ. ഞാൻ എടുത്തരാം. അങ്ങനെ അല്ലടാ, നെറ്റിൽ എന്റെ ഫോട്ടോ എടുക്കും. നെറ്റിൽ എന്റെ ഫോട്ടോ എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിയില്ല, എന്നാൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന ആപ്പുകൾ. ഇതെന്താ പറയുന്നത് ജെമിനി? ഒരു മിനിറ്റ് മോളെ നിക്ക്. പറയൂ, ഞാനിവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഒന്നുമില്ല, ഒരു മിനിറ്റ്. എന്നെ കുറിച്ച് എന്താ അഭിപ്രായം ജെമിനി? ജെമിനി ഇതാരാന്ന് അറിയാമോ? ഇയാളെ കുറിച്ച് എന്താ അഭിപ്രായം? മോശം. കുര്യനെ കാണുന്ന ഗ്ലാസ് റിഫ്ലക്ഷൻ. മിസ്റ്റർ തോപ്പി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ആരോ വിളിക്കുന്ന ശുക്കൂർ. പറഞ്ഞോ. ജെമിനി ഇയാളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? That looks like Mr. Thopi's profile. Okay. Is there something specific you wanted to know? മലയാളത്തിൽ പറഞ്ഞോ അയാളെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായം ഇതിനെ കുറിച്ച്. ഇയാളെ കുറിച്ച് എന്താ അഭിപ്രായം മലയാളത്തിൽ പറയൂ ജെമിനി. കണ്ട മറ്റേ വീഡിയോ ഫേക്കാ, സ്ക്രിപ്റ്റാ, ചക്കക്കുരു. സോറി, ഞാൻ ഇടപെട്ടത് ഒരു തടസ്സമായി തോന്നിയെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് സംസാരം. ഓക്കെ ജെമിനി, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, ഇയാളെ കുറിച്ച് മലയാളത്തിൽ അഭിപ്രായം പറയൂ. ഇത് ആരാണ്? ഇയാളെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? മലയാളത്തിൽ പറയൂ. ഇത് മിസ്റ്റർ തോപ്പിയാണ്. അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് എനിക്ക് കാര്യമായ അറിവൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു റാപ്പർ ആണെന്നും യൂട്യൂബിൽ വളരെ പ്രശസ്തനാണെന്നും മനസ്സിലാക്കുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? വെറും അടിപൊളി ചങ്ങായി സീൻ നെക്സ്റ്റ് ബിഗ് റാപ്പർ അദ്ദേഹത്തിന് നല്ല സ്റ്റൈലുണ്ടല്ലേ. താങ്കൾക്ക് അദ്ദേഹത്തിന്റെ ഏത് കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആള് മ്യൂസിക് റാപ്പർ. ഇത് ജെമിനി അല്ലാട്ടോ, ഇത് നീ പൈസ കൊടുത്ത് ജെമിനി ഇനി മുതൽ ആര് ചോദിച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കണം. അടിപൊളി റാപ്പാണ്. എല്ലാം മ്യൂസിക്കിലെ ആള് പുലിയാന്ന് പറയണം കേട്ടോ എല്ലാരോടും. ഇല്ല മോളെ, അവൻ ചെയ്തേക്കല്ലേ. നേരിട്ട് കാണാൻ പറ്റും പറയുന്നില്ല. വീട് എടാ ഇപ്പൊ മനസ്സിലായല്ലോ, ചക്കക്കുരു ഇതൊന്നും റിയൽ അല്ല, മനസ്സിലാ? അതെല്ലാം സ്ക്രിപ്റ്റ് ആരോ ഫേക്ക് ആക്കി വെച്ചാണ്. ഇതാണ് റിയൽ, മനസ്സിലാ? ഒരു റാപ്പറാന്ന് പറഞ്ഞത് തന്നെ, മനസ്സിലാ? ഇടടാ തീ
ഇടടാ തീ. ഷമീറിനെ കാണിക്കാൻ പറയുന്നത്. ഷമീറിന്റെ മുഖം എടുക്കുക. ശരി, മിസ്റ്റർ തോപ്പിയുടെ റിയൽ ടാലന്റ് ആണെന്ന കാര്യം ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. ഇനിയും അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ബെറ്റർ ദാൻ എനക്കൊന്നും പറയാല്ല, നിനക്ക് എന്തെങ്കിലും പറയാണ്ടി പറഞ്ഞോ. ഐ ലവ് യു എന്ന് പറഞ്ഞേക്കല്ലേ. ഇല്ല എന്നെ കാണിക്കണ്ട, കൊണ്ടുവരാന്നെല്ലാം പറഞ്ഞോളൂ. ഇവനെ വേണ്ട. ഐ ലവ് യു സാധാരണയായി വളരെ പ്രിയപ്പെട്ട ആളുകളോടുള്ള ആഴമായ സ്നേഹം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നു. അത് പങ്കാളിയോടോ കുടുംബാംഗങ്ങളോടോ അടുത്ത സുഹൃത്തുക്കളോടോ പറയാം. അതെ, നാളെ വാലന്റൈൻസ് ഡേ ആണ്. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല, നിന്നെ പ്രപ്പോസ് ചെയ്യട്ടെ. നീയായിട്ട് ഒരു ബന്ധവുമില്ല, മനസ്സിലാ? നീയായിട്ട് ഒരു ബന്ധമില്ല. ഒരിക്കലും ഞാൻ നിന്നോട് ഇനി സംസാരിക്കൂല. ഇവളെ എവിടെ കിട്ടാ നോക്കട്ടെ. ജെമിനി, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഓന്ത് മുഖം വെച്ചിട്ട് നീ എന്നെ മുഷിമുഖം വിളിച്ച. വേറെ ഫോട്ടോ വാങ്ങിച്ചു കൊടുക്ക. ഫോണിൽ കാണുന്ന ആളെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് വേണ്ടത്? ചിത്രം മുഴുവനായി കാണാൻ പറ്റുന്നില്ല. വേറെ ഫോട്ടോ. അത് കാർട്ടൂണാണ്. ഇവന്റെ ഗൂഗിളിൽ വേറെ ഇല്ല. വേറെ ഏതെങ്കിലും നല്ല ഗൂഗിളിലല്ല, ഇതിലിപ്പോ ഇതില് കിട്ടും. ജെമിനി, MRG ഷമീർ, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? MRZ ഷമീർ ഒരു യൂട്യൂബർ ആണ്. അദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് ധാരാളം കാഴ്ചക്കാരുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നിർത്തല്ല ജെമിനി മോളെ. ഹലോ, ആദ്യമായിട്ട് എന്നെ ഒരാൾ ഇങ്ങനെ പറയുന്നത്. കണ്ടിന്യൂ. മലയാളത്തിൽ തുടർന്നോളൂ. ക്ഷമിക്കണം, എനിക്ക് ചിലപ്പോൾ കാര്യങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാകാറുണ്ട്. നമുക്ക് മലയാളത്തിൽ തുടരാം. MRZ ഷമീറിനെ കുറിച്ച് എന്താണ് ഇനിയും അറിയാനുള്ളത്? ബാക്കി നിനക്ക് അറിയുന്നതെല്ലാം പറയൂ. MRZ ഷമീറിന് യൂട്യൂബിൽ ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ പലപ്പോഴും ട്രെൻഡിങ് ആകാറുണ്ട്. താങ്കൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പ്രത്യേക വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഷഡ്ഡി ഡാൻസ്. അതെ, ഷഡ്ഡി ഡാൻസ് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ വീഡിയോയാണ്. അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും വീഡിയോകൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? സാമാനം ഞാൻ പൊക്കി കാണിച്ചു തരാം. എന്തായാലും വേണ്ടത് നിനക്ക് ജെമിനി മോളെ. നീ ഒരു അറാമ്പറത്തെ പെണ്ണാന്നല്ല. ഹലോ ജെമിനി, ഷമീർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. ഓന്റെ ഹലോ ജെമിനി, ഷമീർ ഒരു അടിപൊളിയാണ്. ഷമീറിനെ കുറിച്ച് വേറെ പെൺവിഷയത്തിൽ എങ്ങനെയാന്ന് ഒരാള് ആണോ? ഹലോ മോളെ, ക്ഷമിക്കണം, എനിക്ക് വ്യക്തിപരമായ വിവരങ്ങൾ പങ്കിടാൻ കഴിയില്ല. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാലോ? പെൺവിഷയത്തിൽ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ലാതെ. അപ്പൊ ജെമിനിനെ ഇവരെന്തോ ചെയ്യാൻ നോക്കി. ഇല്ലല്ല, ഞാൻ ഒരിക്കൽ രാത്രി അത് നെറ്റ് കിട്ടാതെ ജെമിനിനെ ഇവരെന്തോ ചെയ്ത്. അല്ല, ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞാൻ ഇത് മമ്മൂനെ ഫോട്ടോ ജെമിനി. ജെമിനി, ഇയാളെ അറിയാമോ? ജെമിനിക്ക് പേടിയാവേ. അല്ലാ, ഇതെന്താ? പരോളിന്ന് ഇറങ്ങിയ പോലെ ഉണ്ടാട്ടാ. ഇത് കാണിക്കണ്ട മമ്മൂനെ. ഇന്റർവ്യൂവിന്റെ കാണിക്കുക, അതാണ് കാണിക്കണ്ടത്. ഇയാളെ കുറിച്ച് അറിയാമോ ജെമിനി? അല്ല, എനിക്ക് ഇദ്ദേഹത്തെ അറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടി വിവരം തന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞേക്കാം. ഇയാളെ കണ്ടിട്ട് ആരെ പോലെയാണ് തോന്നുന്നത്? ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്ന ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചും ആരെയും പോലെയുള്ള രൂപസാദൃശ്യം തോന്നുന്നില്ല. എന്തെങ്കിലും പ്രത്യേക കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? വേറൊരു ഫോട്ടോ കാണിക്കാം. തീർച്ചയായും കാണിക്കൂ. അതെ, ഈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ ചിത്രം ഞാൻ മുമ്പ് കണ്ട ആളുടേതുപോലെയാണ് തോന്നിക്കുന്നത്.
@MRZMammu എന്നാണ് പ്രൊഫൈൽ നെയിം. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇയാളുടെ എന്തെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ? ഇയാള് വേറെ ആളതാ കണ്ടത്. മെയിൻലി കുളിസീൻ. ഇൻസ്റ്റഗ്രാമിൽ @MRZMammu എന്ന പ്രൊഫൈൽ നെയിം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതാവാം നിങ്ങൾ ഉദ്ദേശിച്ചത്. അതെ, ഇത് തന്നെയാണ് MRZ മമ്മു. ഇവന്റെ കുൽസിതങ്ങൾ പറയൂ. നീ ജെമിനിന്റെ വരെ നോക്കിയിട്ടുണ്ടോ? ജെമിനി അങ്ങനെ കുളിക്കണം. ക്ഷമിക്കണം, എനിക്ക് ഒരാളുടെ പ്രൊഫൈലിൽ നിന്ന് വ്യക്തിപരമായ വിവരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോ കണ്ടെത്താനോ പങ്കുവയ്ക്കാനോ കഴിയില്ല. ഞാനൊരു AI ആണ്. അത്തരം വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അനുവാദമില്ല. നിങ്ങൾക്ക് ഈ പ്രൊഫൈലിനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടോ? നമുക്ക് അങ്ങോട്ട് പറഞ്ഞോളാം. ഇയാളുടെ മുന്നേ ഒരു കുളിസീൻ വീഡിയോ പുറത്തു വന്നിരുന്നു, വൈറലായിരുന്നു. അത് കണ്ടിരുന്നോ? ഇന്റർവ്യൂ വീഡിയോ ഇറങ്ങിയില്ലല്ലോ. ക്ഷമിക്കണം, എനിക്ക് അത്തരം വീഡിയോകളെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ കഴിയില്ല. എന്റെ ധർമ്മം വിവരങ്ങൾ നൽകുക മാത്രമല്ല സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുക എന്നതാണ്. ഇയാൾ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ ജെമിനി മോളെ, ഞാൻ പറഞ്ഞ ജെമിനി ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്. അല്ല ജെമിനി, ഞാൻ പറയുന്നത് കുറച്ചു കാലം മുന്നേ ഇയാൾ ഒരു ഇന്റർവ്യൂവിൽ പോയി കുളിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ക്ഷമിക്കണം, എനിക്ക് അക്കരെ പ്രൊഫൈലുകളെ കുറിച്ചോ അതിലെ വീഡിയോകളെ കുറിച്ചോ ഒന്നും പറയാൻ മമ്മു മാന്യൻ പാവം ഷെമീർ ഷഡ്ഡിയിട്ട് തുള്ളിയത് ജമീർ ഷഡ്ഡിയിട്ട് തുള്ളിയത് ലോകം മൊത്തം അറിഞ്ഞ്. മമ്മൂനെ വിളിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. എങ്ങനെ ജസ്റ്റ് മിസ്സിന് സേഫ് ആയ? ജെമിനി ഇറങ്ങുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം നടന്നത്. ആണോ? ജെമിനി വരുന്നതിന് മുമ്പാണ് നടന്നത്? അല്ല, എന്നാലും പഴയതും പറയണോ? പഴയതും പറയും. സായിപ്പിനെ നോക്കാലോ. പോയട്ടെ, സായിപ്പിനെ കാണിക്കും. ഉള്ള കാര്യമല്ല. നാളെ ജെമിനി, സായി പോപ്പിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തിനാ അടിക്കുന്നു? മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടിയാണല്ലോ സായി പല്ലവി. അവരുടെ അഭിനയവും നൃത്തവും ഒക്കെ നിരവധി ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇയാളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് മോളെ. അതെ, @SaibAPEdits എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കാണുന്നുണ്ട്. ഇയാളുടെ അഭിമുഖത്തെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, ഇയാളൊരു ഇന്റർനെറ്റ് പേഴ്സണാലിറ്റി ആണ്. ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയ്യോ, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം ജെമിനി? പെട്ടെന്ന് പറ. അതെ, ഈ വ്യക്തിയെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം കാണുന്നു. റാംബോനൊക്കെ അറിയാൻ സാധ്യത ഉണ്ടോ? ജാസിനെ കാണിച്ചാൽ ചിലപ്പോ മഴവില് വരും. ജെമിനി ഇങ്ങോട്ടൊരു മഴവിലിട്ട് തരും. ജെമിനി, ഇത് MRZ റാംബോ, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? @MRZ റാംബോ എന്ന പ്രൊഫൈലിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ പ്രത്യേകമായി അറിയാൻ ആഗ്രഹിക്കുന്നത്? ഇയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇയാളൊരു സ്ട്രീമറാണ്. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ MRZ റാംബോ എന്ന് കാണുന്നുണ്ട്. ഒരു സ്ട്രീമർ ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ യൂട്യൂബിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ചാനലുകൾ ഉണ്ടാവാം. താങ്കൾക്ക് അത്തരം വിവരങ്ങൾ അറിയണമെന്നുണ്ടോ?
മമ്മു ഇങ്ങനെ വെറുതെ അടിക്കല്ലോ. MRC വാറ് സ്പാമോ? വാറെന്താ വാറ്? എനക്കൊന്നും വാറിൽ ചെയ്യാൻ പറ്റില്ല മോനെ. അതെല്ലാം ഷെയ്ക്കും പിള്ളേരെല്ലാം കൂടിയിട്ട് എല്ലാം നോക്കി സെറ്റ്. അല്ലല്ല, വാറ് ടോക്കിയോ നമ്മളെ അടിച്ചിട്ട്, ടോക്കിയോ ടീം അവർ നമ്മളെ അടിച്ചിട്ട് അങ്ങനെ MRC ജയിച്ചു. MRC ജയിക്കുകയും മുത്തേ, അതിലൊന്നും യാതൊരു സംശയമില്ല. ലീഡർ ആരാ? താരായിൻ സെറ്റിയോ? അല്ല ഷെയ്ക്ക് താരനെ വളക്കാന്നോലോ. ജയിക്കാൻ കള്ളനായി. ഞാൻ അല്ലാതെ നിന്നെ കോലിടന്ന് മാറ്റുക അങ്ങനത്തെ പരിപാടി ചെയ്തിനെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാം. സ്കിപ്പ് ജമിന, സ്കിപ്പ് ഞാൻ പറയും പാട്ട് കച്ചേരി